ഹലോ മൈ സ്വത്ത് കുട്ടികളെ. അപ്പോൾ നമ്മൾ കഥ പറയൽ അവസാനിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് കുറേയധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതായത് നമ്മളെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്. എന്താണ് ആ നിയമം എന്നറിയാമോ? നമുക്ക് അതായത് ഒരു ഇന്ത്യൻ പൗരന് ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, അതുപോലെ ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്, അല്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ എൻ്റെ വേഷവിധാനമോ, എൻ്റെ ഞാൻ ഒരാളോടൊപ്പം ജീവിക്കുന്നതോ, അതുപോലെ എൻ്റെ മതമോ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടാകുന്നത് എപ്പോഴാണ്? ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് സമൂഹത്തിന് ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഞാൻ ഇട്ടേക്കുന്ന വസ്ത്രം മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വസ്ത്രം ഇട്ടുകൊണ്ട് ഞാനൊരു ചൂഷണം ചെയ്യുമ്പോൾ, ഇപ്പോൾ കാണാറില്ലേ, പർദ്ദ ഇട്ടുകൊണ്ട് ബാങ്കിൽ കയറി മോഷണം ചെയ്തു, അല്ലെങ്കിൽ പർദ്ദ ഇട്ടുകൊണ്ട് വന്നിട്ട് മുത്തുച്ചിപ്പി കഥകൾ പറയുന്നു, പർദ്ദ ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തോന്നാണ്, നെറ്റിയിൽ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ സിന്ദൂരം ഇട്ടുകൊണ്ട് എന്തെങ്കിലും തോന്നിയാസങ്ങൾ കാണിക്കുന്നു. അതേ കണക്ക് എൻ്റെ വിവാഹ ജീവിതം, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇണയെക്കുറിച്ച് ഒരാൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? ആ ഇണയുമായി എനിക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതം, അതായത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജീവിതം ചർച്ചയാവേണ്ടത്. അതുപോലെ തന്നെ എൻ്റെ മതം ചർച്ചയാക്കുന്നത് അതെപ്പോഴാണ്? ഞാൻ എൻ്റെ മതം കൊണ്ട് മറ്റൊരാളെ ചൂഷണം ചെയ്യുമ്പോൾ, ഞാൻ കുറേ പർദ്ദയും മാക്കനെയൊക്കെ ഇട്ടും കൊണ്ട് വന്നിട്ട് ഞാൻ ജനങ്ങളോട് ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ മുസ്ലിമാണ്, എനിക്ക് എൻ്റെ ഭർത്താവിന് സുഖമില്ല, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഞാൻ സക്കാത്തിനും സദക്കയ്ക്കുമൊക്കെ അർഹതപ്പെട്ടവളാണ്, എനിക്ക് കുറെ മക്കളുള്ളത് കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കില്ല, മക്കളുള്ളത് കൊണ്ട്, കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മുസ്ലിങ്ങളായ ജനങ്ങളെ, നിങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരിക എന്ന് പറഞ്ഞ് ഞാൻ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മതത്തെ ചോദ്യം ചെയ്യാം. അല്ലാത്ത പക്ഷം ആരെങ്കിലും വന്ന് എൻ്റെ മതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ മതത്തെക്കുറിച്ച് പറയേണ്ട കാര്യം എനിക്കില്ലട്ടോ. കാരണം എൻ്റെ മതം എന്ന് പറയുന്നത് അത് ഞാനും എൻ്റെ രക്ഷിതാവും തമ്മിലുള്ള അജണ്ടയാണ്. ഞാനും എൻ്റെ രക്ഷിതാവും തമ്മിലുള്ള അജണ്ടയാണ് എന്ന് പറയാനുള്ള കാരണം, എൻ്റെ മരണശേഷം ഞാൻ സമ്പാദിക്കുന്ന എൻ്റെ സമ്പാദ്യം മാത്രമാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. എപ്പോ വരെ? ഞാൻ എൻ്റെ മതത്തെ വെച്ച് ഞാൻ പൊതുജനത്തെ പറ്റിക്കാത്തടത്തോളം കാലം, എൻ്റെ സമൂഹത്തെ ചൂഷണം ചെയ്യാത്തടത്തോളം കാലം, എൻ്റെ മതമോ എൻ്റെ വസ്ത്രമോ, എൻ്റെ വസ്ത്രം വെച്ച് ഞാൻ മറ്റൊരാളെ കബളിപ്പിക്കാത്തടത്തോളം കാലം, എൻ്റെ വസ്ത്രമോ എൻ്റെ ജീവിതം പൊതുജനത്തെ ബാധിപ്പിക്കാത്തടത്തോളം കാലം, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജീവിതം പൊതുജനത്തെ ബുദ്ധിമുട്ടിപ്പിക്കാത്തടത്തോളം കാലം ഇതിനൊന്നും തന്നെ ഞാൻ പൊതുജനത്തിനോട് മറുപടി പറയേണ്ട കാര്യമില്ല. എന്താണ്? എനിക്കിതിനൊന്നും തന്നെ പൊതുജനത്തോട് മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല.
പിന്നെ ബുദ്ധിയുള്ള പൊതുജനങ്ങളൊന്നും നീ ഏത് മതമാണ്, നീ ഏത് ജാതിയാണ്, നീ ഏത് നിറമാണ്, നിന്റെ ഉമ്മ ഏതാണ് എന്നൊന്നും ചോദിക്കൂല. പക്ഷേ അങ്ങനെ ചോദിക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചേക്കാവുന്ന ചില സാഹചര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ജീവിതമോ എൻ്റെ വേഷവിധാനമോ എൻ്റെ മതമോ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തിടത്തോളം കാലം ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. കേട്ടടാ, പോടാ. എൻ്റെ വീട്ടിൽ എൻ്റെ സംസാരമോ എൻ്റെ ശൈലിയോ എൻ്റെ ജീവിത സാഹചര്യങ്ങളോ ഒന്നും തന്നെ മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടാക്കാത്ത ഒരു സാഹചര്യങ്ങളും ആർക്കും, നമ്മൾ പൊതുജനങ്ങൾക്ക് നമ്മളോട് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. മറിച്ച് ഒരാളൊരു അവിഹിതം ചെയ്യുമ്പോൾ അത് അവിഹിതമാണോ അല്ലേ എന്ന് ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റും. ചിലരുടെ മതം നമ്മൾ ചോദ്യം ചെയ്യും, ചിലരുടെ വേഷവിധാനങ്ങൾ നമ്മൾ ചോദ്യം ചെയ്തൊന്നും ഞാൻ ആരോടും ചോദ്യം ചെയ്തിട്ടില്ല. എന്നെ ചെയ്ത ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബുദ്ധിയില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളോട് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും, പൊതുജനങ്ങളോട് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓർത്തുകൊള്ളുക, എൻ്റെ മതം എന്ന് പറയുന്നത് അത് ഞാനും എൻ്റെ രക്ഷിതാവും തമ്മിലുള്ള അജണ്ടയാണ്. ഇനി നിങ്ങൾക്ക് എൻ്റെ മതം അറിഞ്ഞേ പറ്റൂ എന്ന് നിങ്ങൾക്ക് വാശിയാണെങ്കിൽ ഞാനൊരിക്കൽ മരണപ്പെടും. എൻ്റെ മരണശേഷം എൻ്റെ ശവശരീരം എന്താണ് ചെയ്യുന്നത്? ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പം ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ശവശരീരം എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങളൊക്കെ അറിയും. അന്ന് ഞാൻ ജീവനോടെ ഇല്ലാത്ത ആ സമയത്ത് എൻ്റെ ശവശരീരം എന്താണ് ചെയ്യുന്നത് എന്നാലോചിച്ചിട്ട് എൻ്റെ മതത്തിൻ്റെ പേരിൽ അപമാനിക്കുന്നവർ, നിങ്ങൾ പടച്ച റബ്ബുമായി തൗബ ചെയ്തു. അല്ലാത്ത പക്ഷെ എൻ്റെ മതം ആരെയും ഒന്നും ചെയ്യാത്തിടത്തോളം കാലം എനിക്ക് എൻ്റെ മതം വെളിവാക്കേണ്ട കാര്യവുമില്ല. ആരുടെ മുന്നിലും ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് കാഴ്ചവെക്കേണ്ട കാര്യവുമില്ല. കാരണം എന്താണ്? ഞാൻ എൻ്റെ മതം വെച്ച് ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. അതുപോലെ എൻ്റെ വേഷം കൊണ്ട് ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല. എൻ്റെ വേഷവിധാനം മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്താണ് എൻ്റെ വേഷവിധാനം ആരെങ്കിലും ചോദ്യം ചെയ്യേണ്ടതുള്ളൂ. അതേ കണക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണർ മറ്റൊരാൾക്ക്, എൻ്റെ സൊസൈറ്റിക്ക് ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് എൻ്റെ ജീവിതം വഴി ഉണ്ടാക്കിയാൽ മാത്രമേ എൻ്റെ ജീവിതം ചർച്ചയാക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യത്തില് മുസ്ലിങ്ങൾ മാത്രമല്ല ജീവിക്കുന്നത്, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ജീവിക്കുന്നുണ്ട്. ഒരേ ഒരു മതേതര രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ ഭാരതമാണ്. ഭാരതത്തിൽ ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നുണ്ട്, ഒരു പൗരന് ഇഷ്ടമുള്ള മതവും ഇഷ്ടമുള്ള ആളെയും ഇഷ്ടമുള്ള വേഷവും സ്വീകരിക്കാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം നമ്മുടെ ഭരണഘടന തരുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. പകരം അത് ചോദ്യം ചെയ്യുന്നവരുടെ പേരിൽ കേസ് കൊടുക്കാൻ അധികാരമുണ്ടോ? ഉണ്ട്. ഞാനൊരിക്കലും ഒരിടത്തും കേസ് കൊടുക്കൂല എന്ന ധൈര്യത്തിലാണ് എൻ്റെ വേഷവിധാനത്തെ അപമാനിക്കുന്നത് എങ്കിൽ മുത്തമണികളെ, അതുപോലെ ഞാൻ ഒരിക്കലും ഒരിടത്തും പരാതിയുമായി പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ എൻ്റെ പിന്നാലെ വന്ന് എൻ്റെ വേഷവിധാനത്തെയും എൻ്റെ മതത്തെയും എൻ്റെ ജീവിതത്തെയും ഒക്കെ അപമാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടതായിട്ട് വന്നാൽ, എൻ്റെ ജീവിത സാഹചര്യം എന്നെ ഏതെങ്കിലും ഒരവസ്ഥയിൽ എന്നെ നിയമപരമായി നീങ്ങണം എന്നുള്ള ഒരു കണ്ടീഷനിൽ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചാൽ അറം പറ്റുന്നൊരു ജീവിതമുള്ളവളാണ് ഞാൻ. കൊണ്ടാലും കൊടുത്താലും ഒക്കെ കൊടുത്തേ പോകൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ജീവിതമുള്ള ഒരാള് ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് നിയമപരമായി നീങ്ങണമെന്ന് വെച്ചാൽ
ഈ നമുക്കൊരു മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റിൽ കയറി കളിക്കുന്ന ആൾക്കാർക്കെതിരെയൊക്കെ കേസുകളൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോ എൻ്റെ മതത്തെയോ എൻ്റെ ജാതിയെയോ ഒക്കെ കളിയാക്കുന്ന ആളുകളോടുള്ള എൻ്റെ അവസാനത്തെ ഉത്തരമാണ്, എൻ്റെ വേഷവിധാനം ഞാൻ എൻ്റെ സമൂഹത്തെയോ എൻ്റെ മതത്തെയോ അപമാനിപ്പിക്കാത്തിടത്തോളം കാലം, എൻ്റെ ജീവിതം മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാത്തിടത്തോളം കാലം, എൻ്റെ മതത്തെ ഞാൻ ചൂഷണം ചെയ്യാത്തിടത്തോളം കാലം, എൻ്റെ മതമോ എൻ്റെ വേഷമോ എൻ്റെ ജീവിതമോ ഒരാൾക്കും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ മതം അറിഞ്ഞേ നിർവാഹമുള്ളൂ എന്നാണെങ്കിൽ ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ ശവശരീരം എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. അതിനുശേഷം എന്നെ പറയുന്ന ഓരോന്നിനും നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവുമായി തൗബ ചെയ്തു കൊള്ളുക. അപ്പോഴും എന്നെ അപമാനിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്നോട് പൊരുത്തം ചോദിക്കാൻ പോലുമുള്ള അവകാശമോ അവസരമോ ഞാൻ തരില്ല എന്ന് മനസ്സിലായില്ലേ? എന്താണ്? എൻ്റെ വേഷത്തെയോ എൻ്റെ മതത്തെയോ അപമാനിക്കുന്ന ഒരാൾക്ക് എന്നോട് പൊരുത്തം ചോദിക്കാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് ഞാൻ തരില്ലാന്ന്. എൻ്റെ മതത്തെക്കുറിച്ചോ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റോ എൻ്റെ മതത്തെക്കുറിച്ചോ എൻ്റെ വിവാഹത്തെക്കുറിച്ചോ ഒരു സർട്ടിഫിക്കറ്റ് പൊതു മീഡിയയിൽ, അതായത് ഞാൻ കോടതി പൊതുജനമാണ് എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ വെക്കൂ എന്ന് വെല്ലുവിളിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മതം അത് എൻ്റെ സ്വന്തമാണ്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാനും എൻ്റെ രക്ഷിതാവും തമ്മിലുള്ള അജണ്ടയിൽ ഒരു ജനങ്ങൾക്കും ഒരു തെളിവുകളും സമർപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരാൾക്കും കാണിക്കേണ്ടുന്ന കാര്യമില്ല. നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ ഇതൊന്നും മറ്റൊരാളെ ചൂഷണം ചെയ്യാത്തിടത്തോളം, വേദനിപ്പിക്കാത്തിടത്തോളം, മറ്റൊരു മനുഷ്യനെയോ ജാതിയെയോ മതത്തെയോ ഒന്നും ഞാൻ വേദനിപ്പിക്കാത്തിടത്തോളം കാലം എൻ്റെ ഇതൊന്നും തന്നെ ആർക്കും ഞാൻ കാണിക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കും മക്കളെ. നിങ്ങളും നിങ്ങളുടെ പടച്ച റബ്ബും നിങ്ങളും നിങ്ങളുടെ സൃഷ്ടാവും തമ്മിൽ തീർക്കുക. ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ എന്നെ അപമാനിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ സൃഷ്ടാവും തമ്മിൽ തീർത്തുകൊള്ളുക. ഇതിനൊന്നും തെളിവ് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഇതിനൊക്കെ കൂലി തരുന്നത് ഞാൻ എൻ്റെ മതത്തെക്കുറിച്ചൊരു സർട്ടിഫിക്കറ്റ് എടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ജീവിതം കൊണ്ടാണ് തെളിയിക്കേണ്ടത്. എന്താണ്? ഞാനത് മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണ്. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്വീകരിച്ചതല്ല എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണ് എന്ന് എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ തെളിയിക്കേണ്ടത്. പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്താണ്? ഞാൻ മതം മാറിയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ല പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഞാൻ സ്വീകരിച്ച മതം എൻ്റെ മനസ്സുകൊണ്ട് സ്വീകരിച്ചതാണോ എന്നുള്ളതാണ്. അതെന്റെ മനസ്സുകൊണ്ടാണോ സ്വീകരിച്ചത് എന്നുള്ളതിനും പൊതുജനങ്ങൾ എനിക്ക് പൊതുജനങ്ങളല്ല എനിക്ക് കൂലി തരുന്നത്. മനസ്സിലായ? പൊതുജനങ്ങളിൽ നിന്ന് ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ എൻ്റെ മതം ഞാൻ ചർച്ചയാക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ വളരെ മാന്യമായ ഒരു വസ്ത്രമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. എൻ്റെ വസ്ത്രം നിങ്ങളെ വേദനിപ്പിക്കാത്തിടത്തോളം കാലം, നിങ്ങളെ ചൂഷണം ചെയ്യാത്തിടത്തോളം കാലം പൊതുജനങ്ങൾക്ക് എൻ്റെ വസ്ത്രത്തെക്കുറിച്ചും ചോദ്യം ചെയ്യാൻ അധികാരമില്ല. കാരണം എന്താണ്? ഇത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ പെട്ടതാണ്. ഓക്കെ, അതാണ്.